പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. സ്നേഹമുള്ളവരെ, വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ പ്രത്യേക 2-ാം ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഔസേപ്പിതാവ് എല്ലാവരെയും യേശുക്രിസ്തു വഴി സ്നേഹിക്കുന്നതാണ്. ഔസേപ്പിതാവിൻ്റെ ഒരു പ്രത്യേകത എളിമ ഉള്ള ഒരു മനുഷ്യനാണ്. ഔസേപ്പിതാവിനെ പോലെ എനിക്കും എൻ്റെ കുടുംബത്തിനും എളിമയുടെ കൃപ നൽകണമേ എന്ന് നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. നമുക്കെല്ലാം ഉള്ള ഒരു വലിയ വിഷമമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം എളിമയില്ലാത്തവർ, അനുസരണയില്ലാത്തവരാണ് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം. നമുക്കതുകൊണ്ട് പ്രാർത്ഥിക്കാം. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം വഴി യേശുക്രിസ്തുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എളിമയുള്ളവരും അനുസരണയുള്ളവരുമാക്കി ഞങ്ങളുടെ പുതിയ തലമുറ വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 36-ാം തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തെള്ളുകയില്ല. നമ്മൾ യേശുവിൻ്റെ അടുക്കൽ ചെല്ലുന്നവരെ യേശു ഒരിക്കലും തെള്ളുകയില്ല. നമ്മുടെ യുവതിയുവാക്കളെ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് നമ്മുടെ യുവാക്കളെ കാത്തുകൊള്ളണമേ, പരിപാലിക്കണമേ, അവരെ എളിമയുള്ളവരാക്കി മാറ്റണമേ എന്ന് നമുക്ക് ഔസേപ്പിതാവ് വഴി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ യുവാക്കളെയെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എല്ലാ യുവാക്കളെ സമൃദ്ധമായി വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ വലിയ അനുഗ്രഹത്താൽ അവിടുന്ന് നയിക്കുമാറാകട്ടെ. ആമേൻ.